നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. പ്രണയത്തിലും സൗഹൃദത്തിലും കുടുംബ ബന്ധങ്ങളിലും പല രീതിയിൽ അതിർവരമ്പുകളും വേർതിരിവുകളും രൂപപ്പെടാറുണ്ട്. ഇക്കാലത്ത് പ്രണയമെന്ന വികാരത്തിനും വളരെയധികം മാറ്റം സംഭവിച്ചു. പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ട് സ്വാർത്ഥതയുടെ മൂടുപടമണിഞ്ഞ് പ്രണയത്തെ കാണുന്നവരും നിസ്സാര തെറ്റിദ്ധാരണകളുടെ പേരിൽ ഇഷ്ടപ്പെടുന്നവരെ കൊലപ്പെടുത്തുന്നവരും നമുക്കിടയിലുണ്ട്. ഇത്തരം ബന്ധങ്ങൾ പലർക്കും ബന്ധനങ്ങളാണ്. അത് പിന്നീട് പലരുടെയും ജീവനും ജീവിതവുമാണ് നഷ്ടപ്പെടുത്തുന്നത്. പ്രണയത്തകർച്ചയിലും ദാമ്പത്യ പ്രശ്നങ്ങളിലും ഇരയാകപ്പെടുന്നത് പലപ്പോഴും സ്ത്രീകളായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. തമിഴ്നാട്ടിൽ പ്രണയപ്പകയ്ക്കിരയായി മലയാളി പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല. എന്താണ് ഇപ്പോഴത്തെ ബന്ധങ്ങൾക്ക് സംഭവിക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഞാൻ പ്രണയിക്കുന്ന പെണ്ണ് മറ്റാരോടും മിണ്ടാൻ പാടില്ല. മറ്റാൺകുട്ടികളോടൊപ്പം ഇടപഴകാനോ ഫോട്ടോ എടുക്കാനോ പാടില്ല. ഇങ്ങനെ പ്രത്യേക മാനസികാവസ്ഥയുള്ള ചില പുരുഷന്മാർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കുന്ന ആക്രമണകാരികളാകുന്ന മനുഷ്യരാണ് അവർ. കാരണം അവരുടെ ഉള്ളിൽ സ്നേഹമല്ല, ക്രിമിനൽ മനോഭാവമാണ്. തമിഴ്നാട്ടിൽ മലയാളി പെൺകുട്ടിയാണ് പ്രണയപ്രതികാരത്തിൻ്റെ ഇരയായത്. കാമുകൻ്റെ സംശയവും മനോവൈകൃതവും കാരണം ബന്ധത്തിൽ നിന്നും പിന്മാറിയതാണ് അശ്വിക എന്ന പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്താൻ കാരണം. കേസിൽ ഉദുമൽപേട്ട അണ്ണാനഗർ സ്വദേശി പ്രവീൺ കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ 2ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ പെൺകുട്ടിയെ വീട്ടിൽ ആരുമില്ലായിരുന്ന സമയത്താണ് കൊലപ്പെടുത്തിയത്. അണ്ണാനഗർ സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ പ്രവീൺ കുമാർ പെൺകുട്ടിയുമായി നേരത്തെ സൗഹൃദത്തിലായിരുന്നു. ഇരുവരുടെയും വീട്ടുകാർ ഇവരുടെ വിവാഹം നടത്താനും തീരുമാനിച്ചു. എന്നാൽ അശ്വിക മറ്റാൺകുട്ടികളുമായി അടുത്തിടപഴകുന്നത് പ്രവീണിന് ഇഷ്ടമായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കങ്ങളുണ്ടായി. കഴിഞ്ഞ ദിവസം കോളേജ് സുഹൃത്തുക്കളുമൊത്തുള്ള ഫോട്ടോകൾ അശ്വിക വാട്സപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്തതിനെ ചൊല്ലിയും പ്രശ്നങ്ങളുണ്ടായി. ഇത് പ്രവീൺ വിലക്കിയെങ്കിലും പെൺകുട്ടി വീണ്ടും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തു. ഇതിൽ പ്രകോപിതനായ പ്രവീൺ അശ്വികയുടെ മാതാപിതാക്കളോട് പരാതി പറഞ്ഞു. എന്നാൽ മകളെ സംശയിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നതും മനസ്സിലാക്കിയ മാതാപിതാക്കൾ പ്രവീണിനോട് ബന്ധം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് 2 മാസം മുൻപ് ആ ബന്ധം അവസാനിപ്പിച്ചതാണ്. ഇതിനിടെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി എന്ന അടിക്കുറിപ്പോടെ അശ്വിക തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു ആനിമേറ്റഡ് ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയും തിങ്കളാഴ്ച അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തു. ഫോട്ടോ കണ്ട പ്രവീൺ കുമാർ പെൺകുട്ടി തനിച്ചായിരുന്നപ്പോൾ വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കി. തർക്കത്തിനൊടുവിൽ പ്രവീൺ കത്തി ഉപയോഗിച്ച് അശ്വികയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു. ആക്രമണത്തിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ 3ഇടങ്ങളിലായി ആഴത്തിൽ കുത്തേറ്റു. തുടർന്ന് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തിയ അശ്വികയുടെ അച്ഛൻ രക്തം വാർന്ന് അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെയാണ് കണ്ടത്. പെൺകുട്ടിയുടെ കഴുത്തിനും നെഞ്ചിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൊടും ക്രിമിനലായ സ്വന്തം മകനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയൊരു അച്ഛനുണ്ട് പാലക്കാട് കൊടുന്തരപ്പുള്ളിയിൽ. അങ്ങേയറ്റം സഹിച്ച് മടുത്തിട്ടാണ് കൊടുന്തരപ്പുള്ളി നെടുമ്പറമ്പ് സ്വദേശി ശിവൻ മകൻ്റെ ജീവനെടുത്തത്. മരുമകളെ ഉപദ്രവിക്കുന്നത് നേരിൽ കണ്ടതോടെയാണ് ആ അച്ഛൻ കത്തിയെടുത്ത് മകൻ ഷിജിലിനെ കൊന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട ഷിജിൽ 21ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്.
കൊടുന്തിരപ്പള്ളി നെടുമ്പറമ്പിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നാടിനെ നടുക്കിയ സംഭവങ്ങളുടെ തുടക്കം. 21-ലധികം കേസുകളിലെ പ്രതിയായ മകൻ ഷിജിൽ മദ്യലഹരിയിൽ ഭാര്യയെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം ഗത്യന്തരമില്ലാതെ മരുമകൾ അച്ഛൻ ശിവനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി. ജോലി സ്ഥലത്ത് നിന്നുമെത്തിയ ശിവൻ മകനോട് ഭാര്യയെ തല്ലരുതെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ടും ഷിജിൽ കൂട്ടാക്കിയില്ല. ശിവന്റെ ഭാര്യ മരുമകളെ മുറിക്കകത്താക്കി പൂട്ടി. ഇതിൽ പ്രകോപിതനായ ഷിജിൽ വീടിന് പുറത്തിറങ്ങി അക്രമം നടത്തുമ്പോൾ തടയാനെത്തിയ ശിവനെയും ആക്രമിച്ചു. പിന്നീട് കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് വാഴ വെട്ടി ശിവന്റെ മുകളിലേക്കിട്ടു. ഇരുവരും തമ്മിൽ പിടിവലിക്കിടയിൽ മകന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ശിവൻ വെട്ടുകയായിരുന്നു. രക്തം വരുന്നത് കണ്ട് ഭയന്ന് ശിവനും ഭാര്യയും തറവാട്ടു വീട്ടിലേക്ക് ഓടിപ്പോയി. കഴുത്തിന് മുറിവേറ്റ ഷിജിൽ നടന്നു ചെന്ന് സുഹൃത്തിന്റെ വീട്ടിലെത്തി വിവരം പറഞ്ഞു. പിന്നീട് സുഹൃത്തിനൊപ്പം ബൈക്കിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ആരാണ് കഴുത്തിന് വെട്ടിയതെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് പേപ്പറിൽ എഴുതിയത് നോ പ്രോബ്ലം ഫാദർ എന്നാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലപ്പെട്ട ഷിജിൽ കാപ്പ കേസ് പ്രതിയാണ്. ന്യൂസ് 18 പാലക്കാട്. പത്തനംതിട്ട ജില്ലയിലെ പോലീസുകാർ കാക്കിയിട്ട ക്രിമിനലുകളാണോ? പോക്സോ കേസ് വരെ അട്ടിമറിക്കും, നിരപരാധികളെ കസ്റ്റഡിയിലിട്ട് മർദ്ദിക്കും. ഇങ്ങനെ ഒട്ടേറെ പരാതികളാണ് പോലീസുകാർക്കെതിരെ ഈ സമീപ ദിവസങ്ങളിൽ ഉയർന്നത്. ഇങ്ങനെ പരാതി പ്രവാഹമായതോടെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടി ഉണ്ടായിരിക്കുന്നു. കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തർ, കോന്നി SHO ശ്രീജിത്ത്, കോയിപ്പുറം CI സുരേഷ് കുമാർ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പത്തനംതിട്ട കോയിപ്പുറം പോലീസ് കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത ആൾ പിന്നീട് തൂങ്ങി മരിച്ച സംഭവത്തിലാണ് കോയിപ്പുറം CI സുരേഷ് കുമാറിനെ വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തത്. പത്തനംതിട്ട വരയന്നൂർ സ്വദേശി സുരേഷിനെ കഞ്ചാവ് കേസിൽ മാർച്ച് 16 കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചതിന് പിന്നാലെയാണ് കോന്നി ഇളകൊള്ളൂരിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുരേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും 4 വാരിയലുകൾ ഒടിഞ്ഞതായും കണ്ടെത്തിയിരുന്നു. തുടർന്ന് കുടുംബം നൽകിയ പരാതിയിൽ വകുപ്പുതല അന്വേഷണത്തിലാണ് DIG കോയിപ്പുറം CI സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. പത്തനംതിട്ടയിൽ ഹൈക്കോടതി അഭിഭാഷകനും മുൻ UDF സർക്കാരിന്റെ കാലത്തെ ഗവൺമെന്റ് ലീഡറുമായ നൌഷാദ് തോട്ടത്തിലിന്റെ പോക്സോ കേസ് അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയ സംഭവത്തിലാണ് കോന്നി DYSP T രാജപ്പൻ റാവുത്തർ, കോന്നി SHO P ശ്രീജിത്ത് എന്നിവരെ വകുപ്പുതല നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്തത്. 17 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ അഭിഭാഷകനായ നൌഷാദും അതിജീവിതയുടെ പിതൃസഹോദരിയുമാണ് പ്രതികൾ. കേസിന്റെ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയാണ് കോന്നി DYSP രാജപ്പൻ റാവുത്തറും കോന്നി SHO ശ്രീജിത്തും നടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. ന്യൂസ് 18 പത്തനംതിട്ട. സ്കൂളുകളിലെ പൊതുപരിപാടികളിലും പ്രവേശനോത്സവങ്ങളിലും ഒക്കെ കുട്ടികൾക്ക് മാതൃകയാകുന്ന വ്യക്തിത്വങ്ങളെയാണ് സാധാരണ അതിഥികളായി കൊണ്ടുവരുന്നത്. എന്നാൽ തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ പ്രവേശനോത്സവ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയത് പോക്സോ കേസ് പ്രതിയായ വ്ളോഗറാണ്. വ്ളോഗർ മുകേഷ് M. നായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതോടെ സ്കൂൾ അധികൃതർ പുലിവാലി പിടിച്ചിരിക്കുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി. അതിനിടെ മുകേഷിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം അറിഞ്ഞിരുന്ന വിശദീകരണവുമായി സ്കൂൾ ഹെഡ്മാസ്റ്റർ രംഗത്തെത്തിയിട്ടുണ്ട്. പടിഞ്ഞാറേക്കോട്ട ഗവൺമെന്റ് ഫോർട്ട് ഹൈസ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രവേശനോത്സവത്തിലാണ് മുഖ്യാതിഥിയായി വ്ളോഗർ മുകേഷ് M. നായർ പങ്കെടുത്തത്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മെമന്റോ സമ്മാനിച്ചതിന് പുറമെ പ്രസംഗം നടത്തി വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത ശേഷമാണ് മുകേഷ് മടങ്ങിയത്. മുൻ ACP OA സുനിൽ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ സ്കൂൾ അധികൃതർ അല്ല മുകേഷിനെ അതിഥിയായി ക്ഷണിച്ചതെന്നും ഇയാൾ അതിഥിയായി എത്തുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്നുമാണ് ഹെഡ്മാസ്റ്റർ പ്രദീപ് കുമാറിന്റെ വിശദീകരണം.
ഇങ്ങനെ ഒരു വ്യക്തി നമുക്ക് സ്കൂളിൽ വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് JCI റോയൽ സിറ്റി അതിൻ്റെ അധികൃതരാണ് കൊണ്ടുവന്നത്. ഇതാണ് വാസ്തവം. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, സ്കൂളുമായിട്ട് യാതൊരു ബന്ധവും ഈ പറയുന്ന വ്യക്തിക്ക് ഇല്ല. ഞങ്ങൾക്ക് ആ കൂടെ ബന്ധമുള്ള ഈ സ്ഥിരമായിട്ട് നമുക്ക് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന JCI റോയൽ സിറ്റിയുമായിട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരു ഫോട്ടോവും വെച്ചടിച്ചിട്ടില്ല. ഞങ്ങൾ സർക്കാർ തന്ന ആ ബാനർ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ വരുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തി മുകേഷ് അദ്ദേഹത്തിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയും നമുക്കില്ല. സെലിബ്രിറ്റി ഗസ്റ്റ് വന്നേക്കുമെന്ന് മാത്രമാണ് പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്ത സന്നദ്ധ സംഘടന അറിയിച്ചതെന്നും മുകേഷിനെതിരെ കേസ് നിലനിൽക്കുന്ന കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും അധികൃതർ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ മന്ത്രി V ശിവൻകുട്ടിക്ക് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അർദ്ധനഗ്നയായി അഭിനയിപ്പിക്കാൻ നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോവളം പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം തനിക്കെതിരെ ഉയർന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും കോടതി തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ഈ പശ്ചാത്തലത്തിലാണെന്നുമാണ് മുകേഷ് M. നായരുടെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. കുട്ടികൾ പഠിക്കാനാണ് സ്കൂളിൽ പോകുന്നത്, അല്ലാതെ ഫാഷൻ പരേഡിനല്ലെന്ന് പിള്ളേരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. കൊല്ലത്തെ ഒരു സ്കൂളിൽ ആൺകുട്ടികൾ അവധി കഴിഞ്ഞെത്തിയത് മുടി നീട്ടി വളർത്തിയാണ്. ഇതോടെ 14 വിദ്യാർത്ഥികളെ സ്കൂളിന് പുറത്താക്കി. കൊല്ലം ഉമയനെല്ലൂർ മൈലാപ്പൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിന് പുറത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചെങ്കിലും അധ്യാപകർ കൂട്ടാക്കിയില്ല. സ്കൂൾ മാനദണ്ഡങ്ങൾ പാലിച്ച് പഠിക്കാമെന്നുള്ള ഉറപ്പിന്മേൽ രക്ഷിതാക്കളോടൊപ്പം വിദ്യാർത്ഥികളെ വിട്ടയച്ചു. കൊല്ലം ഉമയനെല്ലൂർ സ്കൂളിലെ +2 വിദ്യാർത്ഥികളെയാണ് മുടി നീട്ടി വളർത്തിയതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. മുടി നീട്ടി വളർത്തിയതിനാൽ രാവിലെ ഗേറ്റിന് പുറത്താക്കുകയായിരുന്നു. മഴ നനഞ്ഞ് സ്കൂളിന് പുറത്തു നിൽക്കേണ്ടി വന്നെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. കട അവധിയായതിനാൽ പിറ്റേന്ന് മുടി വെട്ടാമെന്ന് പറഞ്ഞിട്ടും സ്കൂളിനകത്ത് കയറ്റിയില്ലെന്നാണ് ആരോപണം. കുട്ടികൾ സ്കൂളിന് പുറത്തു നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. പിള്ളേരെ അകത്തിട്ടുണ്ട്, താടിയും മുടിയും വളർത്തിയിട്ടുള്ള അവരാരെ ഇറക്കിയിടാൻ ഞങ്ങളെ മാത്രം ഇടക്കിട്ട് മുടിയും താടിയും വളർത്തുക എന്നുള്ള പേര്. കഴിഞ്ഞ വർഷം വരെ ഇത്രയും മുടി വളർത്തിയമാരെ വരെ ക്ലാസ് ഇരുത്തിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ വർഷം മാത്രമാണ് ഇത്രയും ഫിറ്റ് കാണിച്ചേക്കുന്നത്. 10-14 പിള്ളേരെ മഴയത്ത് ഇറക്കിയിട്ട് രാവിലെ ഇന്നലെ ഇറക്കിയിട്ട് ഇന്ന് ചൊവ്വാഴ്ച മുടി കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. നാളെ മുടി കെട്ടിട്ട് വരാനാണ് അവർ പറയുന്നത്. അതേസമയം വിദ്യാർത്ഥികളുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കി. മുടി വെട്ടാത്തതിന് ആരെയും പുറത്താക്കിയിട്ടില്ല. സ്ഥിരമായി വൈകി വരുന്നതിനാലാണ് കുട്ടികളോട് പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടതെന്നും അധ്യാപകർ പറഞ്ഞു. സ്കൂൾ മാനദണ്ഡങ്ങൾ പാലിച്ച് പഠിക്കാമെന്ന ഉറപ്പിൽ പിന്നീട് രക്ഷിതാക്കൾക്കൊപ്പം വിദ്യാർത്ഥികളെ വിട്ടയച്ചു. കഴിഞ്ഞ വർഷം പിള്ളേർ കളറടിച്ചുകൊണ്ടാണ്. പത്തനംതിട്ട അടൂർ ഹോളി ഏഞ്ചൽ സ്കൂളിൽ മുടി വെട്ടാത്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയെ ക്ലാസിന് പുറത്തു നിർത്തിയ സംഭവം നേരത്തെ വിവാദമായിരുന്നു. അതിന് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. സ്കൂളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ASF പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്താൽ തടഞ്ഞു. പിന്നീട് സ്കൂൾ അധികൃതരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഇത്തരം സംഭവം ആവർത്തിക്കില്ലെന്ന് അധികൃതർ ഉറപ്പു നൽകി. ന്യൂസ് 18 കൊല്ലം പത്തനംതിട്ട. കോടികൾ വിലമതിക്കുന്ന സ്വത്തുണ്ടെങ്കിലും വാർദ്ധക്യകാലത്ത് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുന്ന മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വിവാഹം കഴിക്കാതെ നോക്കാൻ ആരോരുമില്ലാതെ പിന്നീട് ഒരു അനാഥനെ പോലെ ജീവിച്ചു മരിക്കുകയെന്നാൽ അങ്ങേയറ്റം ദയനീയമായ കാഴ്ചയാണ്. തലസ്ഥാന നഗരത്തിൽ കോടികൾ വില വരുന്ന വീടും സ്ഥലവും ഉണ്ടായിട്ടും അവസാന കാലം നരകജീവിതം നയിച്ചാണ് ജോസ് സുന്ദരത്തിൻ്റെ വിയോഗം. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേഡൽ ജീൻസൺ രാജിയുടെ ക്രൂരതയാണ് അമ്മാവനെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ജീവപര്യന്തം
തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി കേഡൽ ജിൻസൺ രാജയുടെ കുടുംബത്തിൽ അവശേഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു അമ്മാവൻ ജോ സുന്ദരം. തലസ്ഥാന നഗരത്തിലെ കണ്ണായ സ്ഥലത്തുണ്ടായിരുന്ന വീടും സ്വത്തുക്കളും കേഡലിന്റെ അമ്മയ്ക്ക് ഇഷ്ടദാനം എഴുതി കൊടുത്തതോടെ അവസാന കാലത്ത് പട്ടിണി കിടന്നാണ് ജോസ് മരിച്ചത്. പ്രൊഫസർ രാജ് തങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കാരലിൻ, ബന്ധു ലളിത എന്നിവരെ മകൻ കേഡൽ കൊലപ്പെടുത്തിയപ്പോൾ അമ്മാവൻ ജോസിന്റെ ജീവിതമാണ് ഇരുട്ടിലായത്. ജീവിതാവസാനം സഹോദരി തുണയാകുമെന്ന പ്രതീക്ഷയിൽ തന്റെ കോടികൾ വില വരുന്ന വീടും സ്ഥലവും ജോസ് അവർക്ക് എഴുതി നൽകിയിരുന്നു. കൊലപാതകത്തിന് 3 മാസം മുൻപാണ് സഹോദരി ജീൻ പത്മയ്ക്ക് തന്റെ പേരിലുള്ള 4 സെന്റും വീടും ജോസ് ഇഷ്ടദാനമായി കൈമാറിയത്. തന്റെ ചെലവുകൾക്കായി പ്രതിമാസം 50,000 രൂപ നൽകണമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ സ്വത്തുക്കളെല്ലാം എഴുതി നൽകിയതിന്റെ 3-ാം മാസം അമ്മയടക്കമുള്ളവരെ കേഡൽ കൊലപ്പെടുത്തിയതോടെ ജോസിന്റെ ജീവിതം അനാഥമായി. ആരോരുമില്ലാത്ത ഇദ്ദേഹത്തിന് വീടും സ്ഥലവും നഷ്ടമായി. രോഗബാധിതനായി വീൽ ചെയറിൽ കഴിഞ്ഞിരുന്ന ജോസ് വീടും സ്ഥലവും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് പലതവണ സമീപിച്ചുവെങ്കിലും കേഡൽ വഴങ്ങിയില്ല. ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട്. സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ജോസ് കഴിഞ്ഞിരുന്നത്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധിച്ച പിഴത്തുകയായ 15 ലക്ഷം ജോസിന് നൽകണമെന്ന് കോടതി വിധിച്ചെങ്കിലും അതും കിട്ടിയിരുന്നില്ല. കൂട്ടക്കൊലപാതകത്തിന് പിന്നാലെ കേഡൽ ജോസിനെ വകവരുത്താൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. കൂട്ടക്കൊലപാതകം നടത്തിയതിന്റെ പിറ്റേന്ന് രാത്രി 10:30 കേഡൽ മതിൽ ചാടിക്കടന്ന് ജോസിന്റെ വീട്ടിലെത്തിയിരുന്നു. അന്ന് രാത്രി കേഡലിനെ കണ്ടതും കയ്യിൽ പൊള്ളലേറ്റതും സാക്ഷിമൊഴിയായി ജോസ് കോടതിയെ അറിയിച്ചത് കേസിൽ നിർണായകമായി. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്ന ജോസിന് പൊതുമരാമത്ത് വകുപ്പിൽ ജോലി ലഭിച്ചുവെങ്കിലും അത് വേണ്ടെന്ന് വെച്ചാണ് വീട്ടുകാര്യങ്ങൾ നോക്കി ജീവിച്ചത്. വിവാഹവും കഴിച്ചിരുന്നില്ല. ഒടുവിൽ മൃതദേഹം സ്വന്തം വീട്ടിലേക്ക് പോലും കൊണ്ടുവരാതെ സംസ്കാരം നടത്തുകയായിരുന്നു. ജയിലിൽ നിന്ന് കേഡലിനെയും എത്തിച്ചില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലത്തെ KSUവിനെ പിടിച്ചുകുലുക്കി ഹണി ട്രാപ്പ് വിവാദം. സ്ത്രീയുടെ ശബ്ദ സന്ദേശം അയച്ച് സംസ്ഥാന നേതാവിനെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമം നടത്തിയതായി പരാതി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയിൽ KSU സംസ്ഥാന നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ ഇരവിപുരം പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. സംഭവത്തിന് പിന്നിൽ സംഘടനാ തലത്തിലെ ഗ്രൂപ്പ് തർക്കമാണോ എന്നും സംശയമുണ്ട്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആഷിഖ് ബൈജുവിന്റെ പരാതിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ യദു കൃഷ്ണൻ, അരുൺ രാജേന്ദ്രൻ, കൊല്ലം ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ എന്നിവർക്കെതിരെ ഇരവിപുരം പോലീസാണ് കേസെടുത്തത്. കേസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ 1ഉം 2ഉം പ്രതികളും ജില്ലാ പ്രസിഡന്റ് 3-ാം പ്രതിയുമാണ്. ഒരു സ്ത്രീ തനിക്കെതിരെ ബലാത്സംഗ കുറ്റം ആരോപിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചെന്നാണ് ആഷിഖിന്റെ പരാതി. പരസ്ത്രീ ബന്ധം ആരോപിച്ച് തന്റെ പൊതുജീവിതം തകർക്കാൻ പ്രതികൾ ശ്രമിച്ചു വരികയാണെന്നും ഒരു സ്ത്രീയെ കൊണ്ട് ഫോണിൽ നിരന്തരം വിളിപ്പിച്ച് പണം ആവശ്യപ്പെട്ടുവെന്നും ആഷിഖ് ബൈജു പരാതിയിൽ പറയുന്നു. ഭീഷണിപ്പെടുത്തി അന്യായ ധനസമ്പാദനം നടത്തുക എന്ന ഉദ്ദേശത്തോടെ 1-ാം പ്രതി 2-3 പ്രതികളുടെ പ്രേരണയോടെ കഴിഞ്ഞ വർഷം ഡിസംബർ 9-ന് ആഷിഖിനെ വാട്സാപ്പ് കോൾ ചെയ്ത് പൊതുജീവിതം തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് പോലീസ് FIRൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വ്യാജ പരാതിയാണെന്നും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും 2-ാം പ്രതി യദു കൃഷ്ണൻ വ്യക്തമാക്കി. അത് പരിശോധിക്കുവാൻ മുൻപോട്ട് തന്നെ ഞാൻ തന്നെ തയ്യാറാകുകയാണ്. എൻ്റെ ഫോണോ അല്ലെങ്കിൽ എൻ്റെ ഞാനുമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറോ പൂർണ്ണമായും പോലീസിനെ പരിശോധിക്കാൻ വേണ്ടി അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് വളരെ കൃത്യമായി ഏതോ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നിന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ സംഘാടന തലത്തിലെ ഗ്രൂപ്പ് തർക്കമാണോ എന്ന് സംശയമുണ്ട്. സംഭവത്തിൽ KSU നേതൃത്വം നടപടിയെടുത്തേക്കുമെന്നാണ് സൂചന. എന്തായാലും കൊല്ലം ജില്ലയിലെ KSUവിനെ സംബന്ധിച്ച് നാണക്കേടുണ്ടാക്കുന്നതാണ് ഹണി ട്രാപ്പ് വിവാദം. ന്യൂസ് 18 കൊല്ലം. കേരളത്തിലെ പല സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ നല്ല കനപ്പെട്ട ശമ്പളമുണ്ടല്ലേ. അല്പം കൈക്കൂലി വാങ്ങിയില്ലെങ്കിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയുള്ള ചില ഉദ്യോഗസ്ഥരുമുണ്ട് ഇവിടെ.
റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും വില്ലേജ് ഓഫീസിലെ ജീവനക്കാരുമാണ് ആ താഴെപ്പട്ടിണിക്കാർ. എറണാകുളം ചൊവ്വരയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മാത്രമല്ല, വിരമിച്ച വില്ലേജ് അസിസ്റ്റന്റും വിജിലൻസിന്റെ പിടിയിലായി. പട്ടയം അനുവദിക്കുന്നതിന് 10,000 രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് അറസ്റ്റ്. കാലടി ചൊവ്വര വില്ലേജ് ഓഫീസിലെ ജീവനക്കാരനായ നവാസും മുൻ അസിസ്റ്റന്റ് തമ്പിയും സ്ഥിരം കൈക്കൂലിക്കാരെന്നാണ് ആക്ഷേപം. കാക്കനാട് സ്വദേശിയുടെ പരാതിയിലാണ് വിജിലൻസ് കൈക്കൂലിക്കാരെ കൈയോടെ പിടികൂടിയത്. പരാതിക്കാരന്റെ ചൊവ്വരയിലുള്ള 1 ഏക്കർ 24 സെന്റ് സ്ഥലത്തിന് പട്ടയം ലഭിക്കുന്നതിന് ചൊവ്വര വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു. ഇതിനായി ചൊവ്വര വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നവാസും മുൻ അസിസ്റ്റന്റ് തമ്പിയും ചേർന്ന് ഏപ്രിൽ 24-ന് സ്ഥലപരിശോധനയ്ക്കെത്തി. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം ഇരുവരും ചേർന്ന് 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. പണമില്ലെന്ന് പരാതിക്കാരൻ പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ മടങ്ങി. പട്ടയത്തിന് കാലതാമസം വന്നപ്പോൾ പരാതിക്കാരൻ ഉദ്യോഗസ്ഥരെ ഫോൺ ചെയ്ത് അന്വേഷിച്ചു. അപ്പോഴും 10,000 രൂപ നൽകണമെന്നാവശ്യപ്പെട്ടു. വില്ലേജ് അസിസ്റ്റന്റായിരുന്ന തമ്പി ഏപ്രിൽ 30-ന് സർവീസിൽ നിന്ന് വിരമിച്ചതാണ്. പരാതിക്കാരൻ ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിക്കുമ്പോഴും വിരമിച്ച കാര്യം പറഞ്ഞിരുന്നില്ലെന്ന് വിജിലൻസ് വ്യക്തമാക്കി. അതിനിടെ വിവരം എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ടന്റിനെ അറിയിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 4-ന് ചൊവ്വര വില്ലേജ് ഓഫീസിന് സമീപം വെച്ച് പരാതിക്കാരിൽ നിന്നും 10,000 രൂപ കൈക്കൂലി വാങ്ങവേ തമ്പിയെ പിടികൂടുകയായിരുന്നു. ഇതിന് സമീപത്തുണ്ടായിരുന്ന നവാസിനെയും വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ നേരത്തെയും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ബാങ്ക് കൊള്ളയുടെ പരമ്പര നടക്കുന്ന സംസ്ഥാനമാണ് കർണാടക. തോക്കു ചൂണ്ടി കവർച്ചയും ഭിത്തി തുറന്നുള്ള മോഷണവും ഉൾപ്പെടെ നാടിനെ ഞെട്ടിച്ച കുറേ കേസുകൾ അവിടെ അരങ്ങേറിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിലെ വിജയപുരയിലെ കാനറ ബാങ്കിൽ നടന്നത് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ്. 51 കിലോ സ്വർണവും 5 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടെന്നാണ് പരാതി. ഒരാഴ്ച മുൻപാണ് മോഷണം നടന്നതെന്ന് പോലീസ് സംശയിക്കുന്നു. ഇവിടെ നിന്ന് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയത് ദുരൂഹത കൂട്ടുന്നുണ്ട്. വിജയപുരയിലെ കാനറ ബാങ്കിൽ നടന്നത് ആസൂത്രിതമായ വൻ കവർച്ചയെന്നുറപ്പ്. മെയ് 24, 25 തീയതികളിലെ അവധി മുന്നിൽ കണ്ട് നടത്തിയ വൻ കൊള്ള. മെയ് 23-ന് വൈകുന്നേരം പതിവ് പോലെ ബാങ്ക് അടച്ച് ജീവനക്കാർ ഇറങ്ങി. 24, 25 തീയതികൾ 4-ാം ശനിയാഴ്ചയും ഞായറുമായതിനാൽ ബാങ്ക് പ്രവർത്തിച്ചിരുന്നില്ല. ഈ ദിവസങ്ങളിലാണ് പല ഘട്ടങ്ങളിലായി സ്വർണം മോഷ്ടാക്കൾ കടത്തിയത്. മെയ് 26-ാം തീയതി ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ് സ്ട്രോങ് റൂമിന്റെ ഷട്ടറും ഗ്രില്ലും തകർന്നതായി കണ്ടത്. ഉച്ചയോടെ റീജിയണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരെത്തി കവർച്ച സ്ഥിരീകരിച്ചു. 25ನೇ ತಾರೀಕು ಅವರ ಪ್ಯೂನು ಕ್ಲೀನಿಂಗಿಗೆ ಅಂತ ಬಂದಾಗ ಶಟರ್ಸ್ ಲಾಕ್ ಕಟ್ ಆಗಿರೋದು ಗಮನಕ್ಕೆ ಬರುತ್ತೆ. ತದನಂತರ ಪೊಲೀಸ್ ಇಲಾಖೆಯ ಮಾಹಿತಿಯನ್ನು ಕೊಡ್ತಾರೆ. ಸೊ ಪರಿಶೀಲಿಸಿದಾಗ ಯಾರೋ ಕಳ್ಳರು ബാങ്കിനെ ബന്ധപ്പെട്ട് കള്ളത്തന ಮಾಡ್ಕೊಂಡು ಹೋಗಿರುವಂತದ್ದು ಗಮನಕ್ಕೆ ಬರುತ್ತೆ. 8 പേരെങ്കിലും കവർച്ചയിൽ പങ്കാളികളാണെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതികളെ പിടികൂടാൻ 8 അന്വേഷണ സംഘങ്ങളെയും നിയോഗിച്ചു. പണയ സ്വർണത്തിനു പുറമെ ബാങ്കിലുണ്ടായിരുന്ന 5 ലക്ഷത്തിലധികം രൂപയും മോഷ്ടാക്കൾ കൊണ്ടുപോയി. ഇതിനിടെ ബാങ്കിൽ നിന്ന് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെത്തിയത് ദുരൂഹത കൂട്ടുന്നുണ്ട്. എന്നാൽ ഇത് അന്വേഷണത്തെ വഴിതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് പോലീസ് കരുതുന്നത്. രാജ്യത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ കവർച്ചയാണ് ഇത്. ന്യൂസ് 18 ബംഗളൂരു. കോഴിക്കോട് പുറമേരിയിലെ ഒരു വീട്ടിൽ നടന്ന വിചിത്രമായ മോഷണം ആളുകളിൽ ഭീതി പരത്തുന്നുണ്ട്. വീട്ടുകാർ നല്ല ഉറക്കത്തിലാണ്ട സമയം.
അപ്പോൾ അവിടെ എത്തിയ കള്ളൻ വാതിലിൻ്റെ താക്കോൽ കൈവശപ്പെടുത്തി ഉള്ളിൽ കിടന്ന് മോഷ്ടിച്ചത് 18 പവൻ സ്വർണമാണ്. ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെ കാലിലെ പാദസരവും കവർന്നു. പുലർച്ചെ മകൻ വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതോടെയാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. കേസിൽ നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പുറമേരി ടൗൺ പരിസരത്തെ കുന്നുമ്മൽ അബ്ദുള്ളയുടെ വീട്ടിലാണ് രാത്രി മോഷണം നടന്നത്. മുൻവശത്തെ ജനൽ കുത്തി തുറന്ന് താക്കോൽ കൈവശമാക്കിയാണ് കള്ളൻ വീടിനകത്ത് കടന്നത്. CCTVയിൽ കുടുങ്ങാതിരിക്കാൻ തുണി പുതച്ചാണ് മോഷ്ടാവെത്തിയത്. CCTV ക്യാമറ തുണി ഉപയോഗിച്ച് മറച്ചു. ക്യാമറ മറയ്ക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മേശയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ ഉൾപ്പെടെ കള്ളൻ കവർന്നു. ഉറങ്ങുകയായിരുന്ന വീട്ടമ്മയുടെ കാലിലെ പാദസരം മുറിച്ചെടുത്തു. രാത്രി പുലർച്ചെ ഏകദേശം ഒരു 1:10 ആ സമയത്താണ് ക്യാമറ എന്താക്കുന്ന കവർ ചെയ്യുന്നത്. ഒരു മാക്സി ഒരിടന്ന് കൊണ്ടുവന്നാണ്. മാക്സിൻ്റെ ഉള്ളിൽ കവർ ചെയ്തിട്ട് ഈ ജനവാതിലിൻ്റെ പോള എന്താക്കിയതാണ് കുത്തി തുറന്നിട്ട് അവിടെ നിന്നാണ് ചാവി എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഉള്ളിലുള്ള കബോർഡിലാണ് സ്വർണം വെച്ചത്. അവിടുന്ന് സ്വർണ്ണം എടുത്ത് പിന്നെ കാലിൻ്റെ മുകളിലെ പാദസരം കട്ടിയിട്ട് അതും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അൾമാരൊക്കെ എല്ലാം വലിച്ച് ഇതാക്കി. പുറത്തുപോയിരുന്ന അബ്ദുള്ളയുടെ മകൻ പുലർച്ചെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നതാണ് കണ്ടത്. ഇതോടെയാണ് മോഷണം നടന്നത് തിരിച്ചറിഞ്ഞത്. നാദാപുരം ഇൻസ്പെക്ടർ ശ്യാംരാജ് നായരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. എറണാകുളം പിറവത്ത് നിന്ന് കാണാതായ മകനു വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുകയാണ് അവൻ്റെ മാതാപിതാക്കൾ. പാമ്പാക്കുട സർക്കാർ സ്കൂളിൽ +2 പഠിക്കുന്ന ഓണക്കൂർ സ്വദേശി അർജുനെ കാണാതായി ഒരു ദിവസം കഴിഞ്ഞിട്ടും യാതൊരു വിവരവുമില്ല. 16-കാരന് വേണ്ടി പോലീസും ബന്ധുക്കളും തിരച്ചിൽ നടത്തുന്നുണ്ട്. മകന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും തിരോധാനത്തിൽ ദുരൂഹതയുണ്ടെന്നുമാണ് വീട്ടുകാരുടെ പരാതി. പാമ്പാക്കുട സർക്കാർ ഹൈസ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് അർജുൻ. ഇന്നലെ രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞാണ് വിദ്യാർത്ഥി വീട്ടിൽ നിന്നിറങ്ങിയത്. എന്നാൽ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്താതായതോടെ മാതാപിതാക്കൾ സ്കൂളിൽ അന്വേഷിച്ചു. അർജുൻ ക്ലാസ്സിലെത്തിയില്ലെന്ന് അധ്യാപകർ അറിയിക്കുകയായിരുന്നു. സഹപാഠികളും അർജുനെ കണ്ടിട്ടില്ല. തുടർന്ന് കുടുംബം പിറവം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അർജുൻ ബസ് കയറി പിറവത്ത് നിന്നും 5 കിലോമീറ്റർ അകലെ പേപ്പാടിയിൽ ഇറങ്ങിയതായി കണ്ടക്ടർ മൊഴി നൽകി. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അർജുന് മൊബൈൽ ഫോണില്ല. +1 പരീക്ഷയുടെ ഫലം ഇന്നലെ വന്നിരുന്നു. മാർക്ക് കുറയുമോ എന്ന സംശയത്തിലാണ് വീട് വിട്ടു പോയതെന്നാണ് പോലീസ് പറയുന്നത്. പഠിക്കാൻ മിടുക്കനായ അർജുനുമേൽ മറ്റ് സമ്മർദ്ദങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. പെരുമ്പാവൂർ മഞ്ഞപ്പെട്ടിയിലെ സുമ എന്ന 18-കാരി വീട്ടുകാർക്ക് കണ്ണീരും വേദനയും കുറേ സമ്മാനിച്ചതാണ്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വീട് വിട്ടിറങ്ങുന്നതായിരുന്നു അവളുടെ രീതി. കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി പെരിയാറിൽ ചാടിയതായി വിവരം ലഭിച്ചു. നേരത്തോട് നേരം കഴിഞ്ഞപ്പോൾ സുമിയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തി. എന്നാൽ എന്തിനാണ് മകൾ വീട് വിട്ടിറങ്ങിയതെന്നും പുഴയിൽ ചാടിയതെന്നും ഇപ്പോഴും വ്യക്തമല്ല. രണ്ടു ദിവസമായി മഞ്ഞപ്പെട്ടി പ്ലാവിടപ്പറമ്പിൽ മണിയുടെ മകൾ സുമയെ കാണാതായിട്ട്. ഒരു പകൽ മുഴുവൻ തെരഞ്ഞിട്ടും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഞായറാഴ്ച മാറമ്പിള്ളി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ഒരു സ്ത്രീ ചാടുന്നതായി കണ്ടെന്ന് ഒരു കുട്ടിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. ആലുവ മഹ്ലാലയം കടവിലാണ് മൃതദേഹം കണ്ടത്.
പുഴയിൽ വെള്ളം കൂടുതലും അതിശക്തമായ ഒഴുക്കും തെരച്ചിലിന് തടസ്സമായിരുന്നു. നിരന്തരം വീട് വിട്ടിറങ്ങുന്ന സ്വഭാവമുണ്ടായിരുന്ന സുമയ്ക്കെന്നാണ് വീട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും സുമ മിസ്സിംഗ് ആയിരുന്നു. തുടർന്ന് തൃപ്രയാർ അമ്പലത്തിൽ നിന്ന് പ്രദേശവാസികൾ കണ്ടെത്തി വീട്ടുകാർക്ക് കൈമാറിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് കുമ്പളയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച AI ക്യാമറ കാരണം നാട്ടുകാർക്ക് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. കുമ്പള ടൗണിന് സമീപം 2023 ക്യാമറ സ്ഥാപിച്ചെങ്കിലും അടുത്തുവരെ ആർക്കും പിഴയൊന്നും ലഭിച്ചിരുന്നില്ല. ഒടുവിൽ 7000 മുതൽ 1 ലക്ഷം രൂപ വരെയും പലർക്കും പിഴ ചുമത്തി MVD നോട്ടീസ് അയച്ചതോടെ നാട്ടുകാർ ഞെട്ടലിലാണ്. ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി ഗതാഗത നിയമലംഘനങ്ങൾ നടത്തിയ 400ഓളം പേരാണ് ഇപ്പോൾ പുലിവാല പിടിച്ചിരിക്കുന്നത്. കുമ്പള ബദിയടുക്ക റോഡിൽ കുമ്പള ടൗണിന് സമീപം സ്ഥാപിച്ചിരുന്ന ക്യാമറ മൂലമാണ് കുമ്പളയിലും പരിസരങ്ങളിലും താമസിക്കുന്ന നിരവധി പേർക്ക് 8ന്റെ പണി കിട്ടിയത്. 2023 സ്ഥാപിച്ച ഈ ക്യാമറയിൽ നിന്ന് സമീപകാലം വരെ ആർക്കും പിഴ നോട്ടീസുകൾ ലഭിച്ചിരുന്നില്ല. ഇത് കാരണം ക്യാമറ പ്രവർത്തനരഹിതമാണെന്ന് കരുതി കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയും ബൈക്കിൽ ഹെൽമറ്റ് വെക്കാതെയും തലങ്ങും വിലങ്ങും യാത്ര ചെയ്ത 400ഓളം പേർക്കാണിപ്പോൾ പണി കിട്ടിയത്. 2023 മുതൽ ഈ ക്യാമറയിൽ പതിഞ്ഞ മുഴുവൻ പിഴകളും ഒരുമിച്ച് വന്നതോടെ പലരും ആശങ്കയിലായിരിക്കുകയാണ്. 1.5 ലക്ഷം രൂപ വരെയാണ് ചിലർക്ക് പിഴ ലഭിച്ചത്. പിഴയെല്ലാം അടക്കാൻ ലോൺ എടുക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. പിഴ നോട്ടീസ് വരെ ഒരുമിച്ച് ലഭിച്ച ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് ഇവർ സമ്മതിക്കുന്നത്. എന്നാൽ ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങിയതായി അറിയാൻ സാധിച്ചില്ലെന്നാണ് പിഴ കിട്ടിയവരുടെ പരാതി. കൂടാതെ ഇത്തരത്തിൽ വലിയ തുകകൾ ഒരുമിച്ച് പിഴ കിട്ടിയാൽ സാധാരണക്കാരായ തങ്ങൾക്കെങ്ങനെ അടയ്ക്കാനാകുമെന്നും ഇവർ ചോദിക്കുന്നു. 2025 ഫൈൻ വരുന്നത്. അത് ഒന്നിച്ചിട്ട് 1 ലക്ഷം, പിന്നെ 1.5 ലക്ഷം, പിന്നെ 60,000, 50,000, 40,000, 15,000. കാരണം സെയിൽസ്മാൻമാരൊക്കെ ഇതിൽ കടന്നു പോകുന്ന വഴിയാണ്. ഒരുപാട് കടകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് പോലും 60,000, 70,000 ഒക്കെ ഒന്നിച്ചാണ് ഫൈൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഹെൽമറ്റ് വെക്കാതെയോ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. തെറ്റ് തന്നെയാണ്. അത് അതിന്റെ കുറ്റസമയം ഞങ്ങൾ ഏൽക്കുന്നു. ഹൈക്കോടതി വിമർശനം നിലനിൽക്കെ ഗതാഗത നിയമലംഘനം കണ്ടെത്തിയാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ചുരുങ്ങിയത് 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. 2023 സമാനമായ ഒരു പരാതിയിൽ കേരള ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലം നിലനിൽക്കെയാണ് വർഷങ്ങൾ പഴക്കമുള്ള പിഴത്തുക ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും നൽകിയിരിക്കുന്നത്. പിഴ ലഭിച്ചവർ സംഘടിച്ച് വിഷയത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിനായി വാട്സാപ്പ് കൂട്ടായ്മ ഉൾപ്പെടെ രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ നിർണായക കണ്ടെത്തലുമായി വിജിലൻസ്. പ്രതികൾ പണം കൈമാറാൻ പരാതിക്കാരന് നൽകിയ മുംബൈയിലെ സ്ഥാപനം തട്ടിപ്പ് കമ്പനിയാണെന്ന് വിജിലൻസ് സ്ഥിരീകരിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് ഈ അക്കൗണ്ടിൽ നടന്നതായാണ് വിലയിരുത്തൽ. എന്നാൽ കേസിലെ 1-ാം പ്രതിയായ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വ്യക്തമായ തെളിവുകൾ ഇപ്പോഴും ലഭിക്കാത്തത് വിജിലൻസിന് വെല്ലുവിളിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ 1-ാം പ്രതിയായ കോഴക്കേസിൽ വിജിലൻസ് അന്വേഷണം നിർണായക വഴിത്തിരിവിലാണ്. പ്രതികൾ പണം കൈമാറാനായി നൽകിയ മുംബൈയിലെ കമ്പനി വിലാസം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വ്യാജമാണെന്ന് കണ്ടെത്തി. കമ്പനിയുടെ ഉടമകളെന്ന് പ്രതികൾ പറഞ്ഞ ഒരാളെ ചോദ്യം ചെയ്തു. എന്നാൽ കമ്പനിയെക്കുറിച്ച് അറിയില്ലെന്നാണ് ഇയാൾ പറഞ്ഞത്. അതേസമയം അക്കൗണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഷെൽ കമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചതായും വിശദമായ തുടർ പരിശോധനയിലേക്ക് കടന്നതായും വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. അല്ല, അത് ചെറിയ സ്ഥാപനമാണ്. ഞങ്ങൾ അന്വേഷിക്കട്ടെ, അത് അന്വേഷിച്ച് വരികയാണ്. നമ്മൾ അന്വേഷിക്കട്ടെ. അത് പിന്നെ അവിടെ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അതൊരു ഷെൽ കമ്പനിയാണ്.
ഒരു ചെറിയൊരു റൂമുള്ള കമ്പനിയാണ്. ഞങ്ങൾ അന്വേഷിക്കട്ടെ, ബാക്കി ഭാഗങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാനുണ്ട്. 50,000 രൂപയാണ് പരാതിക്കാരനായ അനീഷ് ബാബു മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബോറ കമ്മോഡിറ്റീസിലേക്ക് കൈമാറിയത്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് അക്കൗണ്ടിൽ നടന്നതായാണ് വിലയിരുത്തൽ. ഒരാഴ്ച മുൻപാണ് വിജിലൻസ് മുംബൈയിലെത്തി പരിശോധന നടത്തിയത്. അതേസമയം കേസിലെ ഒന്നാം പ്രതിയായ ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ജൂൺ 11 വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ പോസ്റ്റുകളും വീഡിയോകളും ഇപ്പോൾ കാണാറുണ്ട്. ഇത് മറ്റ് മതസ്ഥർക്ക് മുറിവേൽപ്പിക്കുമെന്ന് മാത്രമല്ല, സ്വയം നിയമക്കുരുക്കിലും പെടുമെന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. കോതമംഗലത്ത് മുസ്ലിം സമുദായത്തെയും പ്രവാചകനെയും അവഹേളിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി. കോതമംഗലം സ്വദേശി മോഹൻ വി എബ്രഹാമിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. യൂത്ത് ലീഗിന്റെ പരാതിയിലായിരുന്നു പോലീസിന്റെ നടപടി. മോഹൻ എബ്രഹാം എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി മുസ്ലിം സമുദായത്തെയും പ്രവാചകനെയും തുടർച്ചയായി അവഹേളിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കോതമംഗലം സ്വദേശിയായ മോഹൻ വി എബ്രഹാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രാഥമിക അന്വേഷണത്തിൽ പരാതി സത്യമെന്ന് ബോധ്യപ്പെട്ടതായി പോലീസ് പറഞ്ഞു. ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കായി പിടിച്ചെടുത്തിട്ടുണ്ട്. എറണാകുളം സ്വദേശിയാണ്. ഇന്നലെ നമ്മൾ കോതമംഗലം പ്രദേശത്ത് നിന്ന് ടിയാനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫോണ് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് അയക്കുന്നുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ ഈ പരാതിയിലുള്ള കണ്ടന്റ് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ മുമ്പും സമാനമായ പോസ്റ്റുകൾ ഇയാൾ സമൂഹമാധ്യമത്തിൽ പലതവണ ഷെയർ ചെയ്തിട്ടുണ്ട്. മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുക, ഇരുവിഭാഗങ്ങൾക്കെതിരെ കലാപങ്ങൾക്ക് ശ്രമിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. സിനിമകളിൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് പ്രതികൾ രക്ഷപ്പെടുന്ന ചില സീനുകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സിനിമയെ പോലും വെല്ലുന്ന രീതിയിലാണ് തിരുവനന്തപുരം വലിയതുറയിൽ നിന്ന് പ്രതി പോലീസിനെ വെട്ടിച്ച് മുങ്ങിയത്. വധശ്രമ കേസ് പ്രതി പ്രഭാകരൻ രക്ഷപ്പെട്ടത് കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് കൊണ്ടുപോകും വഴിയാണ്. ഇതോടെ പ്രതിക്കെതിരെ വധശ്രമത്തിന് പുറമെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനും പോലീസ് കേസെടുത്തു. പ്രഭാകരന് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. വെട്ടുകാട് സ്വദേശിയായ പ്രഭാകർ വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ കഴിയുകയായിരുന്നു. വഞ്ചിയൂർ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷമാണ് പ്രതിയെ വലിയതുറ പോലീസ് പിടികൂടിയത്. തുടർന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജയിലിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പ്രതി പ്രഭാകർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. സംഭവത്തെക്കുറിച്ച് വഞ്ചിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. വലിയതുറ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പ്രഭാകരനെ കോടതിയിലെത്തിച്ചത്. ജയിലിലേക്ക് കൊണ്ടുപോകും വഴി ഒരു ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നതിനിടെയാണ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് പ്രതി കടന്നു കളഞ്ഞത്. പോലീസ് കോൺസ്റ്റബിൾ സുനിൽ ക്യാഷ് കൗണ്ടറിൽ പണം നൽകാനായി കാത്തു നിൽക്കുമ്പോഴായിരുന്നു തിരക്കിനിടയിലൂടെ പ്രതി രക്ഷപ്പെട്ടത്. തുടർന്ന് സബ് ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ വഞ്ചിയൂർ സ്റ്റേഷനിൽ പരാതി നൽകി. വഞ്ചിയൂർ പോലീസ് ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. നിയമപരമായ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടൽ, കരുതിക്കൂട്ടിയുള്ള കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. നിർമ്മാതാവ് സാന്ദ്ര തോമസും സിനിമാ സംഘടനകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിയമ പോരാട്ടമായി മാറിയതാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പിന്നാലെ ഫെഫ്കയാണ് ഇപ്പോൾ പുതിയ റോളിലെത്തിയിരിക്കുന്നത്. സാന്ദ്ര തോമസിനെതിരെ ഫെഫ്ക നിയമ നടപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ മോശമായി ചിത്രീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി മാനനഷ്ട കേസ് നൽകി. അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നിയമപരമായി നേരിടുമെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി.
ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനാണ് സാന്ദ്രയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അടച്ചാക്ഷേപിച്ചെന്നാണ് പരാതി. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പറഞ്ഞതിൽ നിന്നും ഒരടി പിന്നോട്ടില്ലെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു. വാർത്താമാധ്യമങ്ങളിലൂടെയുള്ള അറിവുകൾക്കപ്പുറം നിയമ സംവിധാനങ്ങളിൽ നിന്നും ഔദ്യോഗികമായ അറിയിപ്പും കിട്ടിയിട്ടില്ല. കിട്ടുന്ന മുറയ്ക്ക് ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സാന്ദ്ര തോമസ്. പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്ന തസ്തികയുടെ പേര് മാറ്റി ആർട്ടിസ്റ്റ് മാനേജേഴ്സ് എന്നാക്കണമെന്നായിരുന്നു സാന്ദ്ര അഭിമുഖത്തിൽ പറഞ്ഞത്. തന്റെ കൂടെ പ്രവർത്തിച്ച പല പ്രൊഡക്ഷൻ കൺട്രോളർമാരോട് താൻ മനസ്സിലാവാത്ത രീതിയിൽ മോഷ്ടിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെഫ്ക വാളെടുക്കുന്നത് കൊണ്ടാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഒഴിവാക്കാത്തതെന്ന സാന്ദ്രയുടെ പരാമർശമാണ് നടപടിക്ക് കാരണം. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഓൺലൈൻ തട്ടിപ്പിലൂടെ മൂവാറ്റുപുഴ സ്വദേശിക്ക് 1/2 കോടിയിലധികം രൂപ നഷ്ടമായി. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വൻ ലാഭമുണ്ടാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് 52,85,000 രൂപ തട്ടിയെടുത്തത്. മൂവാറ്റുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. തൊണ്ടി മുതലായ സ്പോർട്സ് സൈക്കിൾ കടത്താൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ഇടുക്കി കാളിയാർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയ്മോനെതിരെയാണ് നടപടി. തൊടുപുഴ ഡിവൈഎസ്പിയുടെ പ്രത്യേക സ്ക്വാഡിലെ അംഗമാണ് ജയ്മോൻ. IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ സുഗാന്ത് സുരേഷിനെ കോടതി ജൂൺ 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സുഗാന്തിനെ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാക്കും. ഒളിവിലായിരുന്ന സുഗാന്ത് കീഴടങ്ങിയത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ലോറിയുടെ രഹസ്യ അറയിൽ കടത്തിയ 1155 ലിറ്റർ സ്പിരിറ്റ് പോലീസും ഡാൻസർ സംഘവും ചേർന്ന് പിടികൂടി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ലോറി ഡ്രൈവർ തൃശൂർ അന്തിക്കാട് മാമ്പുള്ളി വീട്ടിൽ വി ഷൈജുവിനെ അറസ്റ്റ് ചെയ്തു. കൊല്ലം പുനലൂരിൽ യുവാവിനെ വധിക്കാൻ ശ്രമിച്ച ശേഷം ഒളിവിൽ പോയ പ്രതി പിടിയിൽ. പുന്നല ഇന്ദുരാജ് ഭവനിൽ 24 വയസ്സുള്ള വിഷ്ണുരാജാണ് അറസ്റ്റിലായത്. 2025 മാർച്ച് 12-നാണ് പിറവന്തൂർ അലിമുക്കിൽ 23 വയസ്സുള്ള സരുണിനെയും സഹോദരനെയും വിഷ്ണുരാജും 8 പേരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത്. മണ്ണാർക്കാട് വാക്കടപ്പുറത്ത് നിരോധിത പുകയില നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ആറ്റശ്ശേരി സ്വദേശി പറമ്പിൽ പീടിക നസീർ ഹുസൈനാണ് പിടിയിലായത്. പ്രതിയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പെരുമ്പാവൂരിൽ 2 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഒഡീഷ ഗഞ്ചാം സ്വദേശി രാജേഷ് ഡീഗലിനെയാണ് പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവയിലെത്തിയ ശേഷം പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഞ്ചാവ് കൈമാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലാവുന്നത്. ഒഡീഷയിൽ നിന്ന് 3000 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് 20,000 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. സോഷ്യൽ മീഡിയ സജീവമായ ഇക്കാലത്ത് പെൺകുട്ടികളും സ്ത്രീകളും ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങൾ പോലും ഡിജിറ്റലായ ഇക്കാലത്ത് നിങ്ങളുടെ ജീവിതം അപകടത്തിൽപ്പെടാൻ ചെറിയ വീഴ്ചകൾ മതി. കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നഗ്നചിത്രം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത് സഹപാഠിയാണ്. പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പരാതിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ഇൻഫോ പാർക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാമുകനാണേലും സുഹൃത്താണേലും സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടാൽ അത് സ്നേഹത്തോടെ ഒഴിവാക്കുന്നതാകും നല്ലത്. ഇല്ലെങ്കിൽ സംഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് പെൺകുട്ടികൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.